നമസ്കാരം. കഴിഞ്ഞ ആഴ്ച തിയേറ്റർ റിലീസായി വന്ന മലയാള ചലച്ചിത്രം സജിൽ മമ്പാട് സംവിധാന ചിത്രത്തിൽ ഹക്കീം ഷാജഹാനാണ് പ്രധാന വേഷത്തിലെത്തിയിരിക്കുന്നത്. ചിത്രം കടകൻ. മലപ്പുറത്തെ ഒരു ഗ്രാമത്തെ കേന്ദ്രീകരിച്ചാണ് സിനിമയുടെ കഥ മുന്നോട്ട് പോകുന്നത്. നായകൻ സുൽഫിക്കും സുഹൃത്തുക്കളുടെയും പ്രധാന പരിപാടി എന്നുള്ളത് മണൽ കടത്തലാണ്. അതിൻ്റെ പേരിൽ വീട്ടിൽ അച്ഛനുമായി ഉടക്കിലാണ്. അദ്ദേഹത്തിനൊരു പ്രണയമുണ്ട്, പാർട്ടി പ്രവർത്തനമുണ്ട്. മണൽ കടത്തലിൽ ഒറ്റുകൊടുക്കൽ പരിപാടിയുമായി വേറൊരു ടീമുണ്ട്. ഈ മണൽ കടത്തലിന് ഒരു അറുതി വരുത്താൻ പുതിയ CI രാജീവ് അവിടുത്തെ സ്റ്റേഷനിൽ ചാർജ് എടുക്കുന്നതോടെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ചിത്രം പ്രാധാന്യത്തോടെ പറയുന്നത്. ആക്ഷന് പ്രാധാന്യം നൽകിയാണ് കടകൻ എന്ന സിനിമ വന്നിരിക്കുന്നത്. ആക്ഷൻ സിനിമകളുടെ ഒരു ടെംപ്ലേറ്റിൽ തന്നെ പോകുന്ന സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. പുതുതായി ഒന്നും സമ്മാനിക്കാത്ത ഒരു കാഴ്ച എന്നൂടെ പറയാം. ചിലയിടങ്ങളിൽ ഒരു പ്രതീക്ഷ സിനിമ നൽകുന്നുണ്ട്. തുടക്കത്തിൽ ആ നാടും നാട്ടുകാരും അവരുടെ ജീവിതമൊക്കെ പറയുന്ന സമയത്ത് കൊള്ളാമെന്ന് തോന്നി. വൈകാതെ ബോഡി ഷേവിംഗ് കോമഡികളൊക്കെ കൊണ്ടുവന്ന് ആ പ്രതീക്ഷയും ഇല്ലാതെയാക്കുന്നുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയൊരു പോർഷൻ തോന്നിയത് രണ്ടാം പകുതിയിൽ ഹരിഷി അശോകൻ്റെ കഥാപാത്രത്തിൻ്റെ പഴയ കാലമൊക്കെ ഒന്ന് സൂചിപ്പിച്ചു തുടങ്ങുന്ന സമയത്താണ്. ഒരു സംഭവം വരാനുണ്ട് എന്ന് തോന്നിയെങ്കിലും പിന്നെ തിരക്കഥ അതിനെ കാര്യമായി പരിഗണിച്ചില്ല എന്നുള്ളതാണ് വിഷയം. ഒരു കൊമേഴ്ഷ്യൽ സ്പേസിൽ കഥ പറയുമ്പോൾ ചേർക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പലയിടങ്ങളിലായി ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിലും പാതി വെന്ത അവസ്ഥ മാത്രമാണ്. ഇടത് രാഷ്ട്രീയം ഒരു വശത്ത്, അച്ഛനും മകനും തമ്മിലുള്ള പ്രശ്നങ്ങൾ, നായകൻ്റെ കൂടെ എപ്പോഴും എന്തിനും തയ്യാറായ സുഹൃത്തുക്കൾ, ഇടയ്ക്ക് കോമഡി പറയാനുള്ള സുഹൃത്തുക്കൾ, അങ്ങനെ ആ സ്പേസിനെ വലുതാക്കാൻ ശ്രമിക്കുമ്പോഴും വളരെ ഫ്ലാറ്റായ കാഴ്ചകളായി മാറുന്നു എന്നാണ് പ്രശ്നം. നായകൻ്റെ ഇൻട്രോ വരുന്നുണ്ട്, അടി തന്നെ അടി. പക്ഷേ ആ അടിക്ക് വേണ്ടുന്ന ഒരു പശ്ചാത്തലം ബിൽഡ് ചെയ്യാതെ ഹീറോ ഇൻട്രോ എന്ന നിലയിൽ മാത്രമാണ് അനുഭവപ്പെടുന്നത്. അതായത് അടിയുടെ സ്റ്റൈലുണ്ട് എങ്കിലും ആ സ്റ്റൈലിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന അവസ്ഥ. ഹക്കീം ഷാജഹാൻ കൺവിൻസിംഗ് ആയി തന്നെ ആ റോൾ ചെയ്തിട്ടുണ്ട്. രോഷം, വാശി പരിപാടികളൊക്കെ ആ കഥാപാത്രത്തിൻ്റെ സ്പേസിൽ നിന്നുകൊണ്ട് തന്നെ നന്നായി ചെയ്തിട്ടുണ്ടെന്ന് പറയാം. അച്ഛൻ കഥാപാത്രമായി എത്തുന്ന ഹരിഷി അശോകനും തൻ്റെ റോൾ നീറ്റായി തന്നെ ചെയ്തിട്ടുണ്ട്. രണ്ടാം പകുതിയിൽ രസമുള്ള 2-3 സീക്വൻസുകൾ തന്നെയുണ്ട്. സുൽഫിയുടെ സുഹൃത്തിൻ്റെ വേഷത്തിലെത്തുന്ന ശരത് സഭ പലപ്പോഴും ഈ ഒച്ചപ്പാട് എന്നതിനപ്പുറത്തേക്ക് കാര്യമായി ഒന്നും തന്നെ സമ്മാനിക്കുന്നില്ല. നിർമ്മൽ പാലാഴിയും ടിപ്പിക്കൽ സംസാര ശൈലിയിൽ അങ്ങനെ പോകുന്നു. രാജമാണിക്യത്തിലെ വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ച രഞ്ജിത്താണ് ചിത്രത്തിൽ മറ്റൊരു പ്രധാന വേഷത്തിലെത്തുന്നത്. തീർത്തും മിസ്കാസ്റ്റ് ആയിട്ടാണ് തോന്നിയത്. ആക്ഷൻ പടം എന്നൊക്കെ പറയുമ്പോൾ വില്ലനും കട്ടയ്ക്ക് നിൽക്കണ്ടേ? ഇവിടെ അങ്ങനെ ഒരു ഫീൽ ലഭിച്ചതേയില്ല. ജാഫർ ഇടുക്കി, മണികണ്ഠൻ ആചാരി, സോന ഒളിക്കൽ തുടങ്ങിയവരൊക്കെയാണ് ചിത്രത്തിൽ മറ്റ് പ്രധാന വേഷങ്ങളിൽ എത്തിയിരിക്കുന്നത്. ഈ മണൽ കടത്തുമായി ബന്ധപ്പെട്ട സീനുകളൊക്കെ കുറച്ചുണ്ട് സിനിമയിൽ. ചില സീനുകളൊക്കെ അത്യാവശ്യം ത്രില്ലിംഗ് ആയി പോയിട്ടുണ്ട്. കുറേ സംഭവങ്ങളെ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പോയപ്പോൾ ഫോക്കസ് പോകുന്ന അവസ്ഥ കൂടിയുണ്ട്. മൊത്തത്തിൽ 2-3 സ്ഥലത്ത് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പക്ഷേ ഓവറോൾ സിനിമയെ ലിഫ്റ്റ് ചെയ്യാൻ അത് സഹായിക്കുന്നതുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം നിരാശപ്പെടുത്തിയ അനുഭവമാണ് കടകൻ എന്ന ചിത്രം. നിങ്ങളും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നു വരുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.